നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഫിൻജാൻ ചുഴലിക്കാറ്റിൻ്റെയും ന്യൂനമർദ്ദത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മഴ കനക്കുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വയനാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തോട് കേന്ദ്രം ശത്രുതാ മനോഭാവം കാട്ടരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരളം നൽകിയ കണക്ക് തെറ്റാണെന്ന് പറയുന്ന കേന്ദ്രം എവിടെയാണ് തെറ്റെന്ന് പറയാൻ തയ്യാറാവണമെന്നും കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്രം അത്തരത്തിൽ രേഖാമൂലമുള്ള ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഏതെങ്കിലും കണക്ക് തെറ്റാണെന്ന് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരോടോ മറ്റു ജനപ്രതിനിധികളോടോ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെല്ലാം മറുപടി കൊടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകി. അല്ലാത്തപക്ഷം സത്യസന്ധമായ ഉദ്യോഗസ്ഥർ കൂടി സംശയനിഴലിലാകുമെന്നും കത്തിൽ വിമർശിക്കുന്നു. സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിസ്റ്റിൽ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സമർപ്പിച്ച റിപ്പോർട്ടിലും കണ്ടെത്തിയിരുന്നുവെന്നും എന്നിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നത് അത്ഭുതകരമാണെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ പറയുന്നു. വയനാട്ടിലെ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ വിളിച്ച് പ്രിയങ്ക ഗാന്ധി MP. പരിക്കുകളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ പ്രിയങ്ക സമരത്തിൽ പിന്തുണയും അറിയിച്ചു. അടുത്ത തവണ വയനാട്ടിലെത്തുമ്പോൾ നേരിൽ കാണാമെന്നും പ്രിയങ്ക യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തിയ സമരത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ലാത്തിച്ചാർജ് ഉണ്ടായത്. പരിക്കേറ്റ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിയുന്നത്. കേരള കോൺഗ്രസ് മുന്നണി വിടുന്നുവെന്ന വാർത്ത വെറും സൃഷ്ടി മാത്രമാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. മുന്നണി മാറ്റം സംബന്ധിച്ച് ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് UDF വിട്ടതല്ലെന്നും പുറത്താക്കിയതാണെന്നും നിലവിൽ ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് ഞങ്ങളെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. തിരുവല്ലയിൽ CPM വിഭാഗീയതയിൽ കടുത്ത നടപടി. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറിയായ KK കൊച്ചുമോനെ മാറ്റി ഏരിയ കമ്മിറ്റി അംഗം ജനു മാത്യുവിന് താൽക്കാലിക ചുമതല നൽകി. മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് B. ആന്റണിക്ക് താക്കീതും നൽകിയിട്ടുണ്ട്. അലങ്കോലമായ ലോക്കൽ സമ്മേളനം 9-ന് വീണ്ടും ചേർന്ന് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും. തിരുവല്ലയിലെ സംഘടനാ കാര്യങ്ങൾ പരിശോധിച്ചുവെന്നും സമ്മേളനവുമായി മുന്നോട്ട് പോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. കരുനാഗപ്പള്ളി വിഭാഗീയതയിൽ സംസ്ഥാന സമിതി അംഗം സൂസൻ കൊടിയെയും PR വസന്തനെയും തരം താഴ്ത്തിയേക്കുമെന്ന് വിവരങ്ങൾ. വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തൻ എന്നിവരെ തരം താഴ്ത്തുന്നത്. CPM ഏരിയ സമ്മേളനത്തിനിടെ തിരുവനന്തപുരത്തും പൊട്ടിത്തെറി. മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി. പാർട്ടി ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിയ പോക്ക്. CPMനൊപ്പം ഇനിയില്ലെന്ന് മധു പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലം CPM ഏരിയ സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം. ജില്ലാ കമ്മിറ്റിയുടെ മൂക്കിന് താഴെയുള്ള പാലക്കാട് മണ്ഡലത്തിൽ സംഘടന ദുർബലമായത് എങ്ങനെയെന്നായിരുന്നു പ്രതിനിധികളുടെ ചോദ്യം. ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. വിജയരാഘവനെ പാലക്കാട് ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയതിനെയും പ്രതിനിധികൾ വിമർശിച്ചു. യുവാക്കളെ കൊണ്ടുവരുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നും ഗ്രൂപ്പ് ചർച്ചയിൽ ആക്ഷേപം ഉയർന്നു.
AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച തികച്ചും വ്യക്തിപരമായ സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നുവെന്ന് മുതിർന്ന CPM നേതാവ് G. സുധാകരൻ പറഞ്ഞു. ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും നേരിടുന്നയാളാണ് താനെന്നും അതിനാൽ പലരും വന്ന് കാണാറുണ്ടെന്നും KC വേണുഗോപാലും അങ്ങനെയാണ് തൻ്റെ വീട്ടിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. G. സുധാകരനുമായുള്ള കൂടിക്കാഴ്ച സൗഹൃദ സന്ദർശനം മാത്രമാണെന്ന് KC വേണുഗോപാലും വ്യക്തമാക്കി. CPM നേതാവ് G. സുധാകരൻ്റെ പാതി മനസ്സ് BJPക്കൊപ്പമാണെന്ന് BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. G. സുധാകരനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണാൻ പോയ ആളാണ് താനെന്നും തന്നെ G. സുധാകരന് വീടിന് മുന്നിലെ ഗേറ്റിൽ വന്നാണ് സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയതെന്നും ആ സ്വീകരണം BJPയോടുള്ള സ്വീകരണമായിരുന്നുവെന്നും മനസ്സുകൊണ്ട് BJPയുടെ അംഗത്വം സ്വീകരിച്ച ആളാണ് G. സുധാകരനെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം BJP അവധാനം കാണിച്ചിരുന്നെങ്കിൽ EP ജയരാജൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ BJP ഗവർണറായേനെയെന്നും EP ജയരാജൻ പരിപ്പുവടയും കട്ടൻ ചായയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവുമായിരുന്നില്ലെന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തകർക്കാൻ അമേരിക്കൻ സർവകലാശാലയിൽ പ്രത്യേക പരിശീലനം നൽകുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. പോസ്റ്റ് മോഡൽ എന്ന പേരിൽ ഇതിന് പ്രത്യേക പരിശീലനം ലഭിച്ചവർ ഇന്ത്യയിലെ പല മേഖലയിലായി പ്രവർത്തിക്കുന്നുണ്ടെന്നും EP ജയരാജൻ ആരോപിച്ചു. കള്ളവാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിലേക്ക് നേരെ വന്ന് ചോദിക്കുമെന്നും അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ എന്നും ആരെങ്കിലും എഴുതി അയക്കുന്ന സാധനം ചാനലുകളിലും പത്രത്താളുകളിലും അടിച്ചു വിടുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. മാധ്യമ വാർത്തകൾക്ക് എത്തിക്സിൻ്റെ ഒരു അംശം പോലുമില്ലെന്നും നിങ്ങളെ കാണുന്നത് തന്നെ കേരള സമൂഹത്തിന് അലർജിയാണെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം തുറന്നടിച്ചു. സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇടപെടലുകൾ ജനാധിപത്യ വിരുദ്ധമാണെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. KTU VCയെ നിയമിക്കേണ്ടത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാണെന്ന് KTU നിയമനത്തിൽ വ്യക്തമായി പറയുന്നുണ്ടെന്നും സംസ്ഥാനത്ത് സർവകലാശാലകളുടെ പ്രവർത്തനത്തിന് സർക്കാർ നൽകുന്ന പിന്തുണ വലുതാണെന്നും എന്നാൽ സംസ്ഥാന സർക്കാരിന് റോൾ ഇല്ലെന്നാണ് ഗവർണർ പറയുന്നതെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനായി വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നവർ അതാത് ദിവസം സമയക്രമം പാലിച്ചെത്തിയാൽ അനാവശ്യ തിരക്ക് ഒഴിവാക്കാനും ബുദ്ധിമുട്ടില്ലാതെ സുഗമമായ ദർശനം സാധ്യമാക്കാമെന്നും ഇടയാകുമെന്നും പോലീസ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.